Hi, അടുത്ത നമ്മൾ തിയറംസ് ഓൺ കൺവേർജൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തിയറം ആൾജിബ്രൈക് റൂൾസ്. തിയറം പറഞ്ഞ ആൾജിബ്രൈക് റൂൾസ് ആണ്. അത് പറഞ്ഞാൽ സിഗ്മ കെ ഈക്വൽ ടു 1 to infinity a k and sigma k equal to 1 to infinity b k converges and sigma k equal to 1 to infinity a k equal to a and sigma k equal to 1 to infinity b k equal to b ആണ്. അതായത് ഇതൊരു സീരീസ് ആണ്. അതേപോലെ എ കെ ബി കെ എന്ന് പറഞ്ഞൊരു സീരീസ് ആണ്. അത് കൺവേർജ് ആണ് പറഞ്ഞിട്ടുണ്ട്. കൺവേർജസ് ആയതുകൊണ്ട് തന്നെ ഈ സീരീസ് എയിലേക്ക് കൺവേർജ് ചെയ്യും, ബി കെ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് ബിയിലേക്ക് കൺവേർജ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സം റൂൾ ആണ് പറയുന്നത്. സം റൂൾ പറഞ്ഞാൽ സിഗ്മ കെ കെ ടു 1 to infinity എ കെ പ്ലസ് ബി കെ കൺവേർജസ് ആൻഡ് സിഗ്മ കെ കെ ടു 1 to infinity എ കെ പ്ലസ് ബി കെ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എ കെ പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 to infinity ബി കെ ദാറ്റ്സ് ഈക്വൽ ടു എ പ്ലസ് ബി. അതായത് നമ്മൾ പറഞ്ഞു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എ കെ എന്ന് പറഞ്ഞ ആ ഒരു സീരീസും അതേപോലെ ബി കെ എന്ന് പറഞ്ഞ ഒരു സീരീസും എന്താണ് കൺവേർജസ് ചെയ്യും. അത് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? എയിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. എ കെ എന്ന് പറഞ്ഞ സീരീസ് ബിയിലേക്കാണ് ബി കെ എന്ന് പറഞ്ഞ സീരീസ് കൺവേർജ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ കെ പ്ലസ് ബി കെ എന്ന് പറഞ്ഞ സീരീസ് എന്തായിരിക്കും? കൺവേർജസ് ആയിരിക്കും. ആൻഡ് എ കെ പ്ലസ് ബി കെ സിഗ്മ കെ കെ ടു 1 to infinity എ കെ പ്ലസ് ബി കെ എവിടേക്ക് കൺവേർജ് ചെയ്യും? എ പ്ലസ് ബിയിലേക്ക് കൺവേർജ് ചെയ്യും. ഇനി അതേപോലെ തന്നെ സിഗ്മ കെ ഈക്വൽ ടു 1 to infinity സി എ കെ where c is any real number converges and sigma k equal to 1 to infinity c a k equal to c into sigma k equal to 1 to infinity a k that's equal to c a. അതായത് നമ്മൾ സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എ കെ എന്ന് പറഞ്ഞ സീരീസിന് നമ്മളൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒരു റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? കൺവേർജസ് ആയിരിക്കും. കാരണം എന്താ? എ കെ എന്ന് പറഞ്ഞ ആ ഒരു സീരീസ് എന്താണ്? കൺവേർജസ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വിചാരിച്ചിട്ട് അതിന്റെ കൺവേർജൻസ് നഷ്ടപ്പെടണമെന്നില്ല. കാരണം അത് കൺവേർജ് ചെയ്യുന്നത് എവിടേക്കാണ്? എ എന്ന് പറഞ്ഞ നമ്പറിലേക്കാണ്. അപ്പോൾ നമ്മൾ 2 ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity 2 എ കെ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 2 എ എന്ന് വരും. കാരണം ഒരു 2 മൾട്ടിപ്ലൈ ഒരു റിയൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ കൺവേർജൻസ് നഷ്ടപ്പെടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആ ഒരു സീരീസ് കൺവേർജസ് ആയിരിക്കും. അത് എവിടേക്ക് കൺവേർജ് ചെയ്യും? സി എ എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് കൺവേർജ് ചെയ്യും. അതിന് നമ്മൾ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ. നമുക്ക് പ്രൂഫ് നോക്കാം. ലെറ്റ് എ എൻ ആൻഡ് ബി എൻ ബി ദി സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് ദി സീരീസ് സിഗ്മ കെ ഈക്വൽ ടു 1 to എ കെ ആൻഡ് സിഗ്മ കെ ഈക്വൽ ടു 1 to ബി കെ റെസ്പെക്റ്റീവ്ലി. എ എന്ന് പറഞ്ഞ സീരീസ് അതേപോലെ എ എന്ന് പറഞ്ഞ സീക്വൻസ് ബി എന്ന് പറഞ്ഞ സീക്വൻസ് അതെന്താണ്? പാർഷ്യൽ സം ആണ്. പാർഷ്യൽ സംസ് ഓഫ് ദി ഏത് സീരീസ്? സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എ കെൻ്റെ പാർഷ്യൽ സമ്മാണ് എന്ത്? എ എൻ എന്ന് പറഞ്ഞത്. അതേപോലെ ബി കെൻ്റെ പാർഷ്യൽ സമ്മാണ് എന്ത്? ബി എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ സീക്വൻസ് ആയിട്ട് ഡിനോട്ട് ചെയ്തു. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ എസ് എൻ ആണ് നമ്മൾ ഡിനോട്ട് ചെയ്ത് പാർഷ്യൽ സമ്മിനെ. അപ്പോൾ എസ് എന്ന് പറഞ്ഞത് ഈ സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എ കെൻ്റെ പാർഷ്യൽ സമ്മാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്ത്? A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ വരെ എഴുതും. സോ അതേപോലെ നമ്മൾ എസ് എന്നിന് പകരം എ എൻ കൊടുത്തു എന്നേ ഉള്ളൂ. എ എന്ന് പറഞ്ഞാൽ ഡെമ്മി വേരിയബിൾ കൊടുത്തു എന്നേ ഉള്ളൂ. സോ എ എന്നിന് നമുക്ക് എങ്ങനെ എഴുതാം? A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എഴുതാം. അതേപോലെ ബി എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? B1 പ്ലസ് B2 പ്ലസ് എക്സെട്ര പ്ലസ് ബി എൻ എഴുതാം. ഓക്കെ, ദെൻ നമുക്ക് എന്തറിയാം? സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എ കെ ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എ ആണെന്നറിയാം. സിഗ്മ കെ ഈക്വൽ ടു 1 to infinity ബി കെ എന്ന് പറഞ്ഞത് ബി ആണെന്നറിയാം. ബൈ ദി ഡെഫിനിഷൻ ഓഫ് കൺവേർജൻസിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ സിഗ്മ കെ ഈക്വൽ ടു 1 to infinity ആ ഇൻഫിനിറ്റ് സീരീസ് കൺവേർജൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? അതിന്റെ പാർഷ്യൽ സമ്മ് എന്തായിരിക്കും? പാർഷ്യൽ സമ്മ് എവിടേക്കാണോ ഏത് വാല്യൂയിലേക്കാണോ കൺവേർജ് ചെയ്യുന്നത് ആ വാല്യൂ ആയിരിക്കും എന്ത്? ഇൻഫിനിറ്റ് സീരീസിന്റെ സമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എസ് എൻ കൺവേർജൻസ് പഠിച്ചെടുത്ത് നിങ്ങൾക്കറിയാം. എസ് എന്ന് പറഞ്ഞ പാർഷ്യൽ സമ്മ് എസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ എസ് എന്ന് പറഞ്ഞത് എന്താ? ഇൻഫിനിറ്റ് സീരീസിന്റെ വാല്യൂ ആണ്. ഇൻഫിനിറ്റ് സീരീസിന്റെ സമ്മാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോൾ ആ ഒരു കൺവേർജൻസിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? എ എന്ന് പറഞ്ഞ പാർഷ്യൽ സമ്മ് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ഈ എയിലേക്ക് കൺവേർട്ട് ചെയ്യും. ബി എന്ന് പറഞ്ഞ പാർഷ്യൽ സമ്മ് ബിയിലേക്ക് കൺവേർട്ട് ചെയ്യും. കാരണം നമ്മൾ പാർഷ്യൽ സമ്മ് എവിടേക്കാണോ കൺവേർജ് ചെയ്യുന്നത് ആ വാല്യൂ ആണ് നമ്മളുടെ സീരീസിന്റെ സമ്മ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതാണ് നമ്മൾ കൺവേർജൻസിന്റെ അവിടെ പഠിക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞത് എയിലേക്കും ബി എന്ന് പറഞ്ഞത് ബിയിലേക്കും കൺവേർട്ട് ചെയ്യും. ദെൻ ഫസ്റ്റ് വൺ നമ്മൾ എന്താ പറഞ്ഞത്? സം റൂൾ ആണ് പറയുന്നത്. സോ നമ്മൾ ആദ്യം പാർഷ്യൽ സം വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്. സോ ദി nth പാർഷ്യൽ സം ഓഫ് ദി സീരീസ് സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എ കെ പ്ലസ് ബി കെനെ നമുക്ക് എങ്ങനെ എഴുതാം?
സോറി എ കെ പ്ലസ് ബി കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഫിനിറ്റ് സീരീസിൻ്റെ പാർഷ്യൽ സമ്മിനെ നമ്മൾ എസ് എൻ എന്ന് ഡിനോട്ട് ചെയ്തു. അതിൻ്റെ പാർഷ്യൽ സമ്മിനെ നമ്മൾ എസ് എൻ ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ വരും? എ കെ പ്ലസ് ബി എ വൺ പ്ലസ് ബി വൺ ഫസ്റ്റ് ടേം പ്ലസ് എ ടു പ്ലസ് ബി ടു സെക്കൻഡ് ടേം പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ പ്ലസ് ബി എൻ. ഓക്കെ, അങ്ങനെ എൻ ടേംസ് വരെ വരും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ കെ ഈക്വൽ ടു 1 to n എഴുതാം. ഇത് ഇൻഫിനിറ്റ് സീരീസ് ആണ്. സോ സിഗ്മ കെ ഈക്വൽ ടു 1 to n എ കെ പ്ലസ് ബി കെ, അത് എ വൺ പ്ലസ് ബി വൺ പ്ലസ് എ ടു പ്ലസ് ബി ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ പ്ലസ് ബി എൻ. ഇതിൽ നമുക്ക് എ വണ്ടെ ടേംസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് എഴുതാം. സമ്മേഷനല്ലേ, സമ്മേഷൻ ആകുമ്പോൾ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. സോ എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ പ്ലസ് ബി വൺ പ്ലസ് ബി ടു പ്ലസ് എക്സെട്ര പ്ലസ് ബി എൻ. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളിവിടെ എടുത്തിട്ടുണ്ട് എ എൻ ആണ്. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? എ എൻ പ്ലസ് ബി എന്ന് വരും. ഓക്കെ, അപ്പോൾ എസ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി എൻ, അതിനെ നമ്മൾ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, എസ് എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ത് വരും? സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എ കെ പ്ലസ് ബി കെൻ്റെ വാല്യൂ എന്ത് വരും? എ എൻ പ്ലസ് ബി എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ റൂളിൽ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് എ എൻ പ്ലസ് ബി എൻ വരും. ഈ എ എൻ പ്ലസ് ബി എന്നിനെ എ എൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? എയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ബി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ബിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ നമുക്കതിനെ എ പ്ലസ് ബി എന്ന് എഴുതാം. ദെൻ നമുക്ക് ഇതിൽ എ എൻ പ്ലസ് ബി എന്നിന് പകരം എ പ്ലസ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ കെ ഈക്വൽ ടു 1 to infinity എ കെ പ്ലസ് ബി കെ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് സീരീസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ആണെന്ന് നമുക്ക് കിട്ടി. സോ സിമിലർലി ഇതേപോലെ തന്നെയാണ് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂളും ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത നമ്മൾ ആസ് കൊറോളറി ടു ദി എബോവ് തിയറം വി ക്യാൻ ഹാവ് ദി ഫോളോയിങ് റിസൾട്ട്സ്. അപ്പോൾ നമുക്കിപ്പം മേലെ നമ്മൾ തിയറം ചെയ്തു. ആ തിയറത്തിൻ്റെ കൊറോളറി ആയിട്ടാണ് അടുത്ത് പറയുന്നത്. എവറി നോൺ സീറോ മൾട്ടിപ്പിൾ ഓഫ് എ ഡൈവേർജൻ സീരീസ് ഇസ് ഡൈവേർജൻ. അതായത് ഏതൊരു നോൺ സീറോ മൾട്ടിപ്പിൾ, ഒരു ഡൈവേർജൻ സീരീസിൻ്റെ കൂടെ നമ്മളൊരു നോൺ സീറോ നമ്പർ, ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സീരീസ് എന്തായിരിക്കും? ഡൈവേർജസ് ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. പിന്നെ സെക്കൻഡ് വൺ പറയുന്നത് ഇഫ് സിഗ്മ an converges and sigma bn diverges, then sigma an plus bn and sigma an minus bn both diverges. നമ്മൾ രണ്ട് സീരീസ് എടുത്താൽ ഒന്ന് കൺവേർജസും ഒന്ന് ഡൈവേർജസും ആണെങ്കിൽ അതിൻ്റെ സമ്മും അതേപോലെ അതിൻ്റെ ഡിഫറൻസും എന്തായിരിക്കും? ഡൈവേർജസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിയറം ദി ith ടേം ടെസ്റ്റ് ആണ്. ith ടേം ടെസ്റ്റ് പറഞ്ഞത് ഇഫ് സിഗ്മ ഈക്വൽ ടു 1 to infinity എ ഐ കൺവേർജസ്, ഒരു സീരീസ്, ഒരു ഇൻഫിനിറ്റ് സീരീസ് കൺവേർജസ് ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. സീരീസ് കൺവേർജസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഐ എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ ലിമിറ്റ് എൻ ടെൻ ടു ഏതെങ്കിലും ഒരു ടേം ടെൻ ടു, ഇപ്പോൾ എ വൺ എന്ന് പറഞ്ഞത് എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ, ഇതിൽ എൻ എന്ത് ചെയ്യുക? ഇതിനൊരു സമ്മേഷൻ വാല്യൂ ഉണ്ടാവും. ഈ സമ്മേഷൻ വാല്യൂവിൽ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മുടെ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആയിട്ട് മാറും. അപ്പോൾ അതിന് ith ടേം ടെസ്റ്റിന് പ്രൂഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് എസ് ഐ ഡിനോട്ട് ദി ith പാർഷ്യൽ സം ഓഫ് ദി ഗിവൺ സീരീസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എസ് ഐ എന്ന് പറഞ്ഞത് ith പാർഷ്യൽ സം ആണ്. എസ് ഐ എന്ന് പറഞ്ഞാൽ nth പാർഷ്യൽ സം. സോ സിമിലർലി എസ് ഐ എന്ന് പറഞ്ഞാൽ ith പാർഷ്യൽ സം. സോ എസ് ഐന് നമുക്ക് എങ്ങനെ എഴുതാം? എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ ഐ എന്ന് എഴുതാം. ദെൻ എ ഐന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എസ് ഐ എന്ന് പറയുന്നത് എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ ഐ ആണ്. ഇനി എസ് ഐ മൈനസ് വണ്ണിന് നമുക്ക് എങ്ങനെ എഴുതാം? എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ ഐ മൈനസ് വൺ എഴുതാം. ഓക്കെ, സോ ഇതിലിപ്പോൾ എസ് ഐ മൈനസ് വൺ ചെയ്ത് എന്ത് വരും? എസ് ഐ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഇതിൽ എ ഐ മൈനസ് വൺ വരെയുള്ള ടേം ഉണ്ട്. എസ് ഐ മൈനസ് വണ്ണിൽ എ ഐ മൈനസ് വൺ വരെയുള്ള ടേം ഉണ്ട്. സോ മൈനസ് ആയതുകൊണ്ട് രണ്ടും കൂടി ക്യാൻസൽ ചെയ്തു. ബാക്കി ഏതേ ടേമേ ഉണ്ടാവുള്ളൂ? എ ഐ എന്ന് പറഞ്ഞാൽ ഒറ്റ ടേമേ ഉണ്ടാവുള്ളൂ. സോ എ ഐ ഈക്വൽ ടു എസ് ഐ മൈനസ് വൺ. സിൻസ് ദി സീരീസ് സിഗ്മ നമുക്ക് തന്നിട്ടുണ്ട് സീരീസ് കൺവേർജൻ്റ് ആണെന്ന്. സോ നമുക്ക് എന്ത് പറയാം? എസ് എന്ന് പറഞ്ഞത് ഒരു പാർഷ്യൽ സം ഓഫ് ദി കൺവേർജൻ സീരീസ്, ഒരു കൺവേർജൻ സീരീസിൻ്റെ പാർഷ്യൽ സമ്മായിട്ട്, nth പാർഷ്യൽ സമ്മായിട്ട് നമ്മൾ എന്തിനെടുത്തു? എസ് എന്നിനെ എടുത്തു. ലെറ്റ് ലിമിറ്റ് എസ് എൻ ഈക്വൽ ടു എസ്. കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? ആ എസ് എൻ nth പാർഷ്യൽ സമ്മിൽ നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് വാല്യൂ കിട്ടും? എസ് കിട്ടും. സോ എസ് എൻ ടെൻസ് ടു എസ്. ദെൻ ഫ്രം ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് വരും? ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐനെ നമുക്ക് എങ്ങനെ എഴുതാം? എസ് ഐ മൈനസ് വൺ എഴുതാം. സോ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എസ് ഐ മൈനസ് ലിമിറ്റ് ഐ ടെൻ ടു ഇൻഫിനിറ്റി എസ് ഐ മൈനസ് വൺ എഴുതാം. ഓക്കെ, സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തറിയാം? എസ് എൻ എന്ന് പറഞ്ഞത്
എസ്സിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. nth പാർഷ്യൽ സം ആയിട്ടുള്ള SI എന്ന് പറഞ്ഞാൽ എസ് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു വാല്യൂ, പെർട്ടിക്കുലർ വാല്യൂയിലേക്കാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. സോ എസ്എൻ്റെ സ്ഥലത്ത് എന്നിൻ്റെ സ്ഥലത്ത് ഏത് ഐ ആയാലും അത് എങ്ങോട്ടേ കൺവേർട്ട് ചെയ്യുള്ളൂ, എസ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുള്ളൂ. സോ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി SI ആയാലും ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി SI -1 ആയാലും നമുക്ക് എന്തേ വരുള്ളൂ, 0 SA വരുള്ളൂ. അത് രണ്ടും കൺവേർട്ട് ചെയ്യുന്ന എസ്സിലേക്കാവും. സോ S - S എന്ന് പറഞ്ഞാൽ എന്താ വരുള്ളൂ, 0 വരും. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി AI എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 0 ആണെന്ന് കിട്ടി. അതാണ് നമ്മുടെ ith ടേം ടെസ്റ്റ്. സോ ith ടേം ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇൻഫിനിറ്റ് സീരീസ് കൺവേർജസ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും, ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദി അബവ് കണ്ടീഷൻ ഈസ് ഓൺലി നെസസറി ബട്ട് നോട്ട് സഫിഷ്യൻറ്റ്. അതായത് ഇപ്പം എന്ത് പറഞ്ഞു, സീക്വൻസ് AI എന്ന് പറഞ്ഞാൽ സീക്വൻസ്, ആ AI എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ വാല്യൂ ലിമിറ്റ് 0 ആവും. എപ്പോൾ നമ്മളുടെ സിഗ്മ I = n = 1 to infinity AI എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഫിനിറ്റ് സീരീസ് കൺവേർജസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നടക്കും. പക്ഷേ ഇതിൻ്റെ എന്തുണ്ടാവില്ല, കോൺവേഴ്സ് പാർട്ട് ട്രൂ ആവണമെന്നില്ല. അതായത് ലിമിറ്റ് AI ടെൻസ് ടു 0 ആണെന്ന് കരുതിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അതിൻ്റെ ഇൻഫിനിറ്റ് സീരീസ് കൺവേർജസ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. സോ അത് ചിലപ്പോൾ ചോദിച്ചു എന്ന് വരും. കാരണം ith ടേം ടെസ്റ്റിൻ്റെ കോൺവേഴ്സ് ട്രൂ ആണോ അല്ലേ എന്നുള്ള ചോദ്യം വരും. അപ്പോൾ ith ടേം ടെസ്റ്റിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല. സോ നമുക്ക് നോക്കാം. ith ടേം AI ടെൻസ് ടു 0 നീഡ് നോട്ട് ഇംപ്ലൈ ദി കൺവേർജൻസ് ഓഫ് സീരീസ് സിഗ്മ I = 1 to infinity AI. അതായത് AI എന്ന് പറഞ്ഞ ആ സീരീസ് 0ലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഇൻഫിനിറ്റ് സീരീസ് കൺവേർജൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. 1 + 1 + 1 + etc. = ഇൻഫിനിറ്റി. ഓക്കെ, 1 + 1 + 1 + etc. = ഇൻഫിനിറ്റി ആണ്. ഈ സീരീസ് എന്താണ്, ഇത് ഡൈവേർജസ് സീരീസ് ആണ്. കാരണം 1 + 1 + 1 + 1 + അങ്ങനെ എത്ര നമുക്ക് nth പാർഷ്യലൊന്നും പറയുന്നില്ല, ഒരു ഫിക്സ്ഡ് സ്ഥലത്ത് വെച്ചിട്ട് അത് ND എന്ന് പറയുന്നില്ല, ഇൻഫിനിറ്റ് സീരീസ് ആണ്. സോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഇൻഫിനിറ്റ് ആയിരിക്കും. സോ നമുക്ക് നോക്കാം, ഇത് സീരീസ് ഡൈവേർജ്, ആ സീരീസ് ഡൈവേർജസ് ആണ്. നോക്കാം, 1 + 1/2 + 1/2 + 1/4 + 1/4 + 1/4 + 1/4. അങ്ങനെ ഇത് എവിടെ എത്തുന്നത്, 1/2n എന്നാണ് ജനറൽ ടേം വരിക. nth പാർഷ്യൽ സം അല്ല, ഇവിടെ നമ്മൾ ith ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2n എന്നാണ് വരിക. അപ്പോൾ 1/2n നമ്മളിവിടെ n-ൻ്റെ സ്ഥലത്ത് ഇൻഫിനിറ്റി കൊടുക്കുക. n-ൻ്റെ സ്ഥലത്ത് ഇൻഫിനിറ്റി കൊടുത്താൽ 1/2n എന്ന് വരും. 1/2n എന്ന് പറഞ്ഞാൽ എന്താ, 1/∞ എന്ന് വരും. 1/∞ പറഞ്ഞാൽ നമുക്ക് എന്ത് വരും, 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ith ടേം എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്, 0ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ith ടേം ആയിട്ടുള്ള ഈ 1/2i എടുക്കാം. അപ്പോൾ ith ടേം 0ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു സീരീസ് കൺവേർജൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, അത് ഡൈവേർജസ് സീരീസ് ആണ്. സീരീസ് കൺവേർജസ് അല്ല, ഡൈവേർജസ് സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, അതിന് കാരണം എന്താ പറയാം അല്ല, അത് എന്തുകൊണ്ടാണ് പറയണത് വെച്ചാൽ 1/2 + 1/2 എടുത്താൽ എന്ത് വരും, ഫസ്റ്റ് ടേം 1, 1/2 + 1/2 പറഞ്ഞാൽ 2/2. സോ 2/2 എന്ന് പറഞ്ഞാൽ എന്താ, 1. ദെൻ അടുത്ത ടേം 1/4 + 1/4 + 1/4 + etc. + 1/4 അങ്ങനെ 4 ടൈം. സോ 4/4 എന്ന് വരും. 4/4 പറഞ്ഞാൽ എന്താ, അപ്പോഴും 1. അങ്ങനെ എല്ലാ ടേമും എന്താണ് വരുന്നത്, 1 ആണ് വരുന്നത്. സോ 1 + 1 + 1 + 1 ആ ഒരു സീരീസ് ഒരു ഡൈവേർജൻ സീരീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് എന്തായാലും എന്തായിരിക്കും, ഡൈവേർജസ് ആയിരിക്കും. ബട്ട് അതിൻ്റെ ith ടേം എന്താണ്, ith ടേം 0 ആണ് വരുന്നത്. ഓക്കെ.